ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പർ ലൈവ് വാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. റോയൽ റംബിൾ 2025 അങ്ങനെ 2025 റോയൽ റംബിൾ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റോയൽ റംബിളായിരുന്നു ഇത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന് മികച്ച സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആര് വിജയിക്കുമെന്നൊരു പ്രൊഡിക്ഷൻ മുൻകൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു റോയൽ റംബിളായിരുന്നു ഇത്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആരും ഒരിക്കലും വിചാരിക്കാത്ത ഒരാളാണ് ഈ പ്രാവശ്യം റോയൽ റംബിൾ വിൻ ചെയ്തിരിക്കുന്നത്. ജെ യൂസോയാണ് റോയൽ റംബിൾ വിൻ ചെയ്തിരിക്കുന്നത്. അവസാനം വന്ന രണ്ടുപേരെന്ന് പറയുന്നത് ജെ യൂസോയും ജോൺസിനെയും വരുന്നു. അവസാനം 30 പേരിൽ 2 പേരായിട്ട് അവസാനം വന്നത് റിങ്ങിലുണ്ടായിരുന്നത്. അതിൽ ജോൺസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ജോൺസിനെ പുറത്താക്കിക്കൊണ്ട് ജെ യൂസോ ഈ പ്രാവശ്യത്തെ റോയൽ റംബിൾ വിന്നറായി. ജെ യൂസോയുടെ കരിയറിലെ ആദ്യമായിട്ടാണ് അദ്ദേഹം റോയൽ റംബിൾ വിൻ ചെയ്യുന്നത്. പക്ഷേ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, ഡബ്ല്യു ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഷോക്കിംഗ് ആയിപ്പോയി എന്ന് പറയാം. കാരണം ജെ യൂസയെ പോലെ ഒരാൾ വിൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് മുന്നോട്ട് ഗുണമൊന്നുമില്ല. കാരണം റെസ്ൽമേനിയയിൽ മെയിൻ ഇവൻറ്റ് ചെയ്യേണ്ടതാണ്. മെയിൻ ഇവൻറ്റ് ചെയ്യുമ്പോൾ ജെ യൂസോയ്ക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പോലും തോന്നിപ്പോകും. കാരണം ഒരു റെസ്ൽമേനിയ പോലൊരു പ്രൈപ്പർ-വ്യൂവിലൊന്നും ഒരു മെയിൻ ഇവൻറ്റ് സ്റ്റാർ ആയിട്ടുള്ളൊരു പവറൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ടാണെങ്കിലും ഇത് മുന്നോട്ട് ബിസിനസ് വൈസ് ആയിക്കോട്ടെ, ഇതൊന്നും ആയിക്കോട്ടെ, ഡബ്ല്യുഡബ്ല്യുഇക്കും വലിയൊരു മെച്ചമൊന്നും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൂമറുകൾ കുറേ ഉണ്ടായിരുന്നു. CM Punk വിജയിക്കും, ജോൺസിന വിജയിക്കും എന്നൊക്കെ കുറേ റൂമറുകളുണ്ടായിരുന്നു. പക്ഷേ ജോൺസിനെ വിജയിക്കുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു, CM Punk വിജയിക്കുമായിരുന്നെങ്കിലും അത് നല്ലതായിരുന്നു. പക്ഷേ എന്തോ WWE ആരും പ്രതീക്ഷിക്കാത്ത ഒരാളെ വിജയിപ്പിച്ചുകൊണ്ട് ഫാൻസിനെ മണ്ടന്മാരാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ട്രിപ്പിൾ എച്ചിൻ്റെ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത്, അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമുക്കൊക്കെ വളരെയധികം ഇതായിപ്പോയി എന്ന് പറയാം. ജെ യൂസോ വിജയിച്ചെന്ന് പറയാം. ജോൺസിനെ വിജയിപ്പിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതോടൊപ്പം CM Punk അല്ലെങ്കിൽ മറ്റ് വേറെ വലിയ റെസ്ലേഴ്സോ ഒക്കെ വിജയിക്കുമായിരുന്നെങ്കിൽ റെസ്ൽമേനിയയ്ക്ക് അത് ഒന്നുകൂടെ ഒരു ബൂമായേനെ. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് ആയിക്കോട്ടെ, സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. ഗുണ്ടറും ജെ യൂസോയും ആയിരിക്കും മിക്കവാറും റെസ്ൽമേനിയ വരുന്നതെന്ന് തോന്നുന്നു. അതോടൊപ്പം മെൻസ് റോയൽ റംബിളിനെ കുറിച്ച് നോക്കുമ്പോൾ എടുത്തു പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത് റോമൻ റൈൻസ് വന്നു കഴിഞ്ഞുള്ള AJ സ്റ്റൈലിൻ്റെ ആ റിട്ടേൺ, അതിനുശേഷം ജോൺസിനയുടെ ആ റിട്ടേൺ ക്രൗഡ് ഇളകി മറിഞ്ഞതും, CM Punkൻ്റെ റിട്ടേൺ. അതായത് ജോൺസിന വന്ന ഉടനെ CM Punk വരുന്നു, CM Punk വരുന്ന ഉടനെ സെത്ത് റോളിൻസ് വരുന്നു. അടുപ്പിച്ച് 3 വലിയ താരങ്ങളുടെ ആ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ക്രൗഡിനെ ഇളക്കി മറിച്ചു. അതിനുശേഷം റോമൻ റൈൻസ്, ജോൺസിന, CM Punk, സെത്ത് റോളിൻസ്, ഇവർ 4 പേരും കൂടെയുള്ള റിങ്ങേലുള്ള ആ ഒരു നിപ്പൊക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു ഫേസ് ടു ഫേസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. അതൊക്കെ വളരെ റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു എന്ന് പറയാം, ഗുംസംസ് നൽകുന്നതായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ പോയിട്ട് ക്ലൈമാക്സ് മാത്രം ഒരു അവസാനം കൊണ്ട് നശിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം CM Punkും റോമൻ റൈൻസും സെത്ത് റോളിൻസും തമ്മിലൊരു മാച്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ സ്റ്റോറി ലൈൻ റോയൽ റംബിളിൽ തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരു മാച്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം ജോൺസിനയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു. അറിയില്ല എങ്ങനെയാണ് ഇവർ ട്രിപ്പിൾ എച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആർക്കും അത്ര ഇഷ്ടപ്പെടാത്ത ഒരു റിസൾട്ടാണ് അവസാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ US സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഫാൻസൊക്കെ അതിനുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ജെ യൂസോ വിജയിച്ചതിനെതിരെയായിട്ടുള്ള, അല്ലെങ്കിൽ ജെ യൂസിനെ വിജയിപ്പിച്ച തീരുമാനത്തിനെ. ഏതായാലും ആരും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടായിപ്പോയി ഈ പ്രാവശ്യത്തെ റോയൽ റംബിൾ എന്ന് പറയുന്നത്. അതോടൊപ്പം വുമൻസ് റോയൽ റംബിൾ ഷാർക്ക് പ്ലെയർ വിജയിച്ചു. അതോടൊപ്പം കെവിൻ ഓവൻസ് കോഡി റോഡ്സ് മാച്ച് അതുപോലെ കോഡി റോഡ്സും വിജയിച്ചിരിക്കുകയാണ്. കോഡി റോഡ്സും വിജയിക്കുന്നത് കൊണ്ട് അതും ഒരു കുമ്പില്ലാത്തൊരു ചാമ്പ്യനെ പോലെ നമുക്കിപ്പോൾ തോന്നുകയാണ്. ഒരു ഹൈപ്പില്ലാത്തൊരു ചാമ്പ്യൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് മാറ്റുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഏതായാലും റോയൽ റംബിൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി റെസ്ൽമേനിയയ്ക്കുള്ള സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുമ്പ് എലിമിനേഷൻ ചേംബറുണ്ട്. ഏതായാലും നല്ല സ്റ്റോറി ലൈനുകൾ ട്രിപ്പിൾ എച്ച് റെഡിയാക്കി വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയും കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.